നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഒരു മുള്ളങ്കിയുടെ ഇല കൊണ്ടുള്ള ഒരു തോരനാണ്. അതിന് ഞാൻ മുള്ളങ്കിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ നല്ല ഇലകളൊക്കെ എടുത്ത് നല്ലതുപോലെ കഴുകിയെടുക്കണം. പഴുത്ത ഇലയൊക്കെ ഒന്നും കൊള്ളില്ല, അതൊക്കെ എടുത്ത് മാറ്റണം. നല്ല ചെറിയ വലിയുടെ ഇലയായിരിക്കും നല്ലത്. ഇതെല്ലാം കൂടെ എടുത്ത് മാറ്റിയിട്ട് നല്ലതുപോലെ കഴുകണം. ഇതിൽ ഇഷ്ടം പോലെ നല്ല മണ്ണൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നല്ലോണം പറക്കിയെടുത്തിട്ട് ഞാൻ ഇനി ഒന്ന് കഴുകിയിട്ട് വരാം. അതായത് ശരിക്കും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇതിപ്പോൾ ഞാൻ അരിഞ്ഞെടുക്കാം. നമുക്ക് ചെറുതായിട്ട് അരിയണം. മറ്റു ചീരയൊക്കെ അരിയുന്ന പോലെ ഉള്ളൂ. നമുക്ക് കഴിയുന്നത്ര ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അങ്ങനെ ഞാനിത് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. എല്ലാം ഞാൻ അരിഞ്ഞെടുത്തു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുവൊക്കെ വറുത്തിടാൻ വേണ്ടി ഒരു അര സവോള, ഒരു മീഡിയം സവോളയുടെ ഒരു പകുതി എടുത്ത് ഞാൻ ചോപ്പ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് കൂടെ ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ഒരു ഇഞ്ചി എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഒന്ന് ചതച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കടുവ വറുക്കുമ്പോൾ ഇടുകയും ചെയ്യാം. ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം പാൻ ചൂടായിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് തന്നെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കുകയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ കടലയും നിലക്കടല ഗ്രൗണ്ട് നട്ട്, അതും ഒരു 1-2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന സവോള ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നല്ലോണം വഴറ്റി എടുക്കണം. നല്ലോണം ഒരു ബ്രൗൺ കളർ ആവുന്ന പോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൽ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ടിട്ടില്ല, അതും ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി മൂപ്പിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നല്ലോണം ഒന്ന് മൂത്ത് വരണം. അങ്ങനെ ഞാൻ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു പിഞ്ച് കുറച്ച് മതി ലേശം കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് വരാനുള്ള സാധ്യതയുണ്ട് ചിലർക്കൊക്കെ, അതുകൊണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുള്ളങ്കിയുടെ ഇല ഇട്ട് കൊടുത്ത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ശരിക്കും മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. ഇതിൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവിയിൽ തന്നെ വെന്താൽ മതി. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരപ്പ് തയ്യാറാക്കാം, ചതച്ചിടാനുള്ളത്. അതിന് ഒരു അരമുറി തേങ്ങ, ഒരു 1/4 മുതൽ അരമുറി തേങ്ങ എടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നോക്കാം. അടിയിലൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്ക് പാനായാൽ പ്രശ്നമില്ല. ഇനി നമുക്ക് അരപ്പിടാം. ഇതിലേക്ക് അരപ്പിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മൂടി വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു 5-6 മിനിറ്റ് കൂടെ നമുക്കിത് വേവിച്ചെടുക്കണം. തേങ്ങയും ഒന്ന് വെന്ത് മസാലയെല്ലാം ഒന്ന് പിടിച്ച് വരുന്നവരെ നമുക്കൊന്ന് അടച്ച് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇതെല്ലാം ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയ വെളിച്ചെണ്ണ, അതാണ് വളരെ ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ഇതിന്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വളരെ അധികം നല്ലതാകും. അതുകൊണ്ട് വെളിച്ചെണ്ണ അധികം ഇഷ്ടമില്ലാത്തവർ ഉപയോഗിക്കണമെന്നില്ല. ഇത് ഒഴിച്ചാൽ വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ
മുള്ളങ്കി ഇല തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, പോഷക സമൃദ്ധമാണ്. ഇനി ഞാനിത് സെർവിങ് ഡിഷിലേക്ക് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുള്ളങ്കി ഇല തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. മുള്ളങ്കി വാങ്ങിക്കുമ്പോൾ ഇനി ഇലയൊന്നും കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.